മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും എന്നുള്ളതാണ് ആ വാർത്ത. PM ശ്രീയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം തുടരുകയായിരുന്നു CPI. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കർശന നിലപാട് CPI സ്വീകരിച്ചതോടുകൂടിയാണ് PM ശ്രീ പദ്ധതിയിലൊരു മെല്ലെപ്പോക്ക് എന്ന തീരുമാനം CPM കൈക്കൊണ്ടത്. പിന്നാലെ അടുത്ത രാഷ്ട്രീയ തീരുമാനം വരികയാണ്. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, മഞ്ഞുരുകി കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് അതിസുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPIയുടെ നേതൃയോഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. CPI മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 പങ്കെടുക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും CPIയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരുന്നു ഈ ഒരു തീരുമാനം. കാരണം ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുന്നണിക്കും രണ്ട് പാർട്ടികൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് CPIയും തിരിച്ചറിയുന്നുണ്ട്. CPI തുടക്കം മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ഒന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറയാറായിട്ടില്ല എങ്കിൽ പോലും CPIന്റെ ഒരു സമവായ ശ്രമത്തിന് വഴങ്ങുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. കാരണം CPM തുടക്കം മുതൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് CPIയും കൂടി കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സമവായ സാധ്യതകൾ CPM നേതൃത്വം തേടിയിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി മന്ത്രിമാരെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോഴും CPI ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആശങ്കകളാണ്, PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ CPM മുഖവിലേക്ക് എടുക്കുന്നു. ഒപ്പം തന്നെ രണ്ടിന് ചേരുന്ന LDF യോഗത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്തതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് പാർട്ടി നേതൃത്വങ്ങളും തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ സുപ്രധാനമായ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പ്രതിസന്ധിയിലാകും. എല്ലാ വകുപ്പുകളുടെയും കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് മറ്റൊരു ആയുധം കൂടി കൊടുക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായി ആ ഒരു തീരുമാനം മാറും. അതെല്ലാം തന്നെ രണ്ട് പാർട്ടി, അതായത് ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന നില വരികയാണ് എങ്കിൽ സ്വാഭാവികമായും CPIയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഇതെന്തു സർക്കാർ ആണ് എന്നുള്ളതാണ്. ആ സർക്കാരിന്റെ ഭാഗമല്ല CPI എന്ന തുറന്ന പ്രഖ്യാപനം എന്ന നിലയ്ക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും പ്രതിപക്ഷം അത് തന്നെ ഉന്നയിക്കുകയും ചെയ്യും. അത്തരം അടിയന്തരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നു LDFന്. തീർച്ചയായിട്ടും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടതു മുന്നണിയിൽ നേരിടേണ്ടി വരിക. കാരണം CPI മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് CPM പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മുന്നണിയിൽ നിന്ന് പോകാതെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്കൊപ്പം ചേർന്ന് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രഹരം അല്ലെങ്കിൽ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരിക CPI തന്നെയായിരിക്കും. കാരണം അന്ന് നിങ്ങൾ എതിർത്തു, ആ തീരുമാനം മാറ്റിയിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ഒന്നിച്ച് മത്സരിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം നേരിടേണ്ടി വരും. പൊതുസമൂഹത്തിന്റെ ചോദ്യം നേരിടേണ്ടി വരും. അതെല്ലാം തന്നെ ഇപ്പോഴേ CPI മനസ്സിലാക്കുന്നു, CPM മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായ ഫോർമുലയിലേക്ക് ഇപ്പോൾ CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന സമവായത്തിലേക്ക് വഴങ്ങിക്കൊണ്ട് CPI മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം താൽക്കാലികമായി പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന് പിന്നാലെ CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കും എന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. LDFന് ചൂഴ്ന്നു നിന്ന വലിയ അനിശ്ചിതത്വം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PM ശ്രീയിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് CPI മന്ത്രിമാർ. AK സ്റ്റെഫിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.